സാറേ, അമേരിക്ക ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ വസ്ത്രവും അതുപോലെ തന്നെ മരുന്നുമൊക്കെയാണ്. ഇപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള മരുന്നിന് 250% ടാക്സ് ഈടാക്കാനായിട്ടാണ് ട്രംപിൻ്റെ തീരുമാനം വന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ തീരുമാനം അവിടെയുള്ള ഇന്ത്യക്കാർക്കുള്ള തിരിച്ചടിയാണോ, അവിടെയുള്ള അമേരിക്കൻസിനുള്ള തിരിച്ചടിയാണോ? ഇത് 250% ഒറ്റയടിക്ക് നടപ്പാക്കുന്നതല്ല അദ്ദേഹം CNBC ആയിട്ടുള്ള അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത്. അടുത്ത ഒരു കൊല്ലം കൊണ്ട് 150%, ക്രമേണ അല്ലേ, ആത്യന്തികമായിട്ട് 250%. അത് ഇന്ത്യയിൽ നിന്നുള്ള മരുന്നുകൾ എന്നുള്ളതല്ല, പൊതുവെ ഫാർമസ്യൂട്ടിക്കൽസ് അമേരിക്ക ഇറക്കുമതി ചെയ്യുന്നത്. പക്ഷെ ഇന്ത്യ അങ്ങോട്ട് കയറ്റുമതി ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ഉൽപ്പന്നങ്ങളിൽ പെടുന്നത് ഫാർമസ്യൂട്ടിക്കൽസ് ആണ്, മരുന്നുകൾ. പിന്നെ ഓട്ടോ കമ്പോണൻസ്, ഇലക്ട്രോണിക് വസ്തുക്കൾ, ഇതൊക്കെയാണ് നമ്മൾ കൂടുതലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിൻ്റെ അകത്ത് തന്നെ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന ഒന്നാണ് ഈ ജനറിക് ഡ്രഗ്സ് എന്ന് പറയുന്നത്. ജനറിക് ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വളരെ അറിയപ്പെടുന്ന മരുന്നിൻ്റെ ബ്രാൻഡുകൾ ഉണ്ടാവില്ലേ? അതെ. ഇപ്പോൾ പല്ലുവേദനയ്ക്ക് ഇന്ന മരുന്ന്, ഇപ്പോൾ ഡൈക്ലോവിൻ ഉദാഹരണത്തിന്. പക്ഷെ അതിൻ്റെ പേറ്റൻറ്റിൻ്റെ കാലാവധി കഴിഞ്ഞിട്ട് അത്രയും ബലം കിട്ടുന്ന വേറൊരു മരുന്ന് നമ്മൾ വികസിപ്പിക്കുന്നു. ബ്രാൻഡ് ഇതായിരിക്കില്ല, വേറൊരു ബ്രാൻഡിലായിരിക്കും. നിങ്ങളിപ്പോൾ ചില മരുന്ന് കടയിൽ ചെല്ലുമ്പോൾ തന്നെ ഇന്ന മരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതില്ല, വേറെ അതുപോലത്തെ തന്നെയാണ്, വേറെ പറയില്ലേ എന്ന് പറയുന്ന പോലെ അങ്ങനെ ഉള്ള മരുന്നുകളെയാണ് ഈ പറയുന്നത് ജനറിക് ഡ്രഗ്സ്. അപ്പൊ അത് അധികം വിലയൊന്നും ഇല്ലാതെ ധാരാളമായി കയറ്റുമതി ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അത് കണ്ടന്റ് അതിനകത്ത് അത് തന്നെയാണ്. ആ ഗുണം കിട്ടും, ആ ബലം കിട്ടും, ആ ബ്രാൻഡല്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ അവിടെ പൊതുവെ മരുന്നുൽപാദനം വളരെ കുറയുന്നു എന്നാണ് ഈ അഭിമുഖത്തിൽ ട്രംപ് പറയുന്നത്. അപ്പോൾ അവിടുത്തെ മരുന്നുൽപാദനം കൂട്ടുക എന്നുള്ളത് ലക്ഷ്യമാണ് അമേരിക്കയിൽ. കാരണം അമേരിക്കയിൽ എന്താ, അവർ നോക്കുമ്പോൾ വലിയ ചെലവില്ലാതെ മരുന്ന്, വിലയില്ലാതെ വലിയ വിലയില്ലാത്ത മരുന്നുകൾ അവിടെ ഇറക്കുമതി ചെയ്യുന്നുണ്ട് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന്. അത് മതി, അവിടെ ഉൽപ്പാദിപ്പിച്ച് വില കൂട്ടിയ മരുന്ന് വേണ്ട എന്ന് തീരുമാനിച്ചാണ്. പക്ഷെ അവിടെ ഉൽപ്പാദനം കൂട്ടണം എന്നാഗ്രഹിക്കുന്നു എന്ന് ട്രംപ് പറയുന്നു. അപ്പോൾ കഴിഞ്ഞ മാസം ട്രംപ് പറഞ്ഞിരുന്നത് 200% എന്നാണ്. ഇപ്പോൾ ഇന്നലെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരിക്കുന്നത് 250 എന്നാണ്. അപ്പോൾ അമേരിക്കയിലെ 90% ബയോടെക്നോളജി കമ്പനികളും ഈ അതിൻ്റെ ഘടകങ്ങൾ ഇറക്കുമതി ചെയ്യുന്നത്. ഇപ്പോൾ ബയോടെക്നോളജി കമ്പനികൾ അവിടുത്തെ പകുതി ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടിയുള്ള ഈ ഘടകങ്ങളും കമ്പോണൻസ് ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാർക്ക് ആൻഡ് കമ്പനി അവിടുത്തെ ഒരു ഭീമൻ കമ്പനിയാണത്. അതുപോലെ എലി ലില്ലി ആൻഡ് കമ്പനി, ജോൺസൺ ആൻഡ് ജോൺസൺ, ഇതൊക്കെ വലിയ മരുന്ന് ഭീമന്മാരാണ്. പക്ഷേ ഈ 250% എന്ന് പറഞ്ഞ നയം വന്നാൽ അവിടുത്തെ കമ്പനികളാണ് കുത്തുവാളയെടുക്കുക. ഇതാണ് സംഭവം. ഇന്ത്യയൊന്നും ബാധിക്കാൻ പോകുന്നില്ല ഇത്. കാരണം ഇന്ത്യ കയറ്റുമതി ചെയ്ത് കഴിഞ്ഞാൽ 250% തീരുവ അവിടെയല്ലേ കൊടുക്കുന്നത്, ഇവിടെയല്ലല്ലോ. അവിടെ ഇറക്കുമതി ചെയ്യുന്ന ആളുകൾക്കല്ലേ അത് വരുന്നത്. അത്രേ ഉള്ളൂ. അപ്പൊ അവിടുത്തെ കമ്പനികൾക്കാണ് അത് ബുദ്ധിമുട്ടാകാൻ പോകുന്നത്. ഇത് ഇന്ത്യയെ ബാധിക്കുന്നതല്ല, അവിടുത്തെ കമ്പനികളെ ബാധിക്കുന്നതാണ്. അപ്പോൾ അവർക്ക് ഈ അവിടുത്തെ കമ്പനികൾ എന്ന് പറഞ്ഞാൽ ഇപ്പം മെർക്ക് ആൻഡ് കമ്പനി, എലി ലില്ലി ആൻഡ് കമ്പനി, ജോൺസൺ ആൻഡ് ജോൺസൺ എന്ന് പറഞ്ഞാൽ അവർക്ക് അവിടെ മാത്രമല്ലല്ലോ ഫാക്ടറികളുള്ളത്. അതെ, അവർക്ക് ആഗോളമായി തന്നെ പല സ്ഥലത്തും ഫാക്ടറികളുണ്ട്, പ്ലാന്റുകളുണ്ട്. അപ്പോൾ ആഗോള തലത്തിൽ തന്നെ അവർക്ക് ഭീഷണി വരും, ചെലവ് കൂടും. അവരെ സംബന്ധിച്ച് പലതരത്തിലുള്ള ചെലവുകൾ കൂടും. പുതിയ നിക്ഷേപങ്ങൾ പല സ്ഥലത്തും അവർക്ക് നടത്തേണ്ടതുണ്ട്, അതിൻ്റെയും ഒക്കെ ചെലവ് കൂടും. അപ്പോൾ നിക്ഷേപം കുറയും. ഈ
കാരണം അവർക്ക് കൂടുതൽ ഈ തീരുവ 250% ആകുമ്പോൾ അവർക്കല്ലേ ബാധ്യത വരുന്നത്. അതെ. അപ്പോൾ അവര് മറ്റു രാജ്യങ്ങളിലും അവിടെ തന്നെയും അമേരിക്കയിൽ വേറെ മരുന്ന് കമ്പനികൾ പോയിട്ടുള്ള നിക്ഷേപവും കുറയും. 250% ഉള്ളിടത്ത് പോയി നമ്മളെന്തിനാണ് പ്ലാന്റ് തുടങ്ങി മരുന്ന് ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന് കമ്പനികൾ ചിന്തിക്കും. അപ്പോൾ ഇപ്പോൾ അവിടെ ഒരു മരുന്നുകളുടെ വില നിശ്ചയിക്കുന്ന ഒരു നയവും ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഡ്രഗ് പ്രൈസിങ് എന്ന് പറയുന്നത്, അതായത് വില കുറച്ച് നിങ്ങൾ വിൽക്കണം എന്ന് പറഞ്ഞൊരു കത്ത് മരുന്ന് കമ്പനികൾക്ക് കൊടുത്തിട്ടുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 17 കമ്പനികൾക്ക് ട്രംപ് കത്തയച്ചിട്ടുണ്ട്. സെപ്റ്റംബർ 29-നകം നിങ്ങൾ പ്രധാനപ്പെട്ട ഈ പൊതുവായി വാങ്ങുന്ന മരുന്നുകളുണ്ടല്ലോ അതിൻ്റെ വില കുറയ്ക്കണം എന്നാണ് കത്ത്. അവിടെ മെഡിക് എയ്ഡ് എന്ന് പറഞ്ഞൊരു പദ്ധതിയുണ്ട് സർക്കാരിൻ്റെ. അതുമായി ബന്ധപ്പെട്ട രോഗികൾക്ക് മുഴുവൻ വില കുറച്ച് മരുന്ന് കിട്ടണം, അതുകൊണ്ട് നിങ്ങൾ വില കുറയ്ക്കണം എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ കൂടെ ഒരു കത്ത്. അപ്പോൾ ഇരട്ടപ്രഹാരമാണ് അവിടുത്തെ മരുന്ന് കമ്പനികൾക്ക്. ഇന്ത്യയിൽ നിന്ന് കൂടുതലും ഈ ജനറിക് ഡ്രഗ്സ് കയറ്റുമതി ചെയ്യുന്നുണ്ട്. 2023-24 നമ്മൾ ആഗോളമായിട്ട് കയറ്റുമതി ചെയ്ത മരുന്ന് 227.9 ബില്യൺ ആണ് ആഗോളമായിട്ട്. അമേരിക്കയ്ക്ക് മാത്രമല്ല എന്ന് പറയുമ്പോൾ 2.4 ലക്ഷം കോടി രൂപ. ചെറിയ എമൗണ്ട് അല്ല നമ്മളുടെ മരുന്ന് കയറ്റുമതി എന്ന് പറയുന്നത്. അതിൽ 31% അമേരിക്കയിലേക്കാണ്. അതും മോശമല്ലല്ലോ. 2 ലക്ഷം കോടിയിൽ 31% അമേരിക്കയിലേക്ക്. 2024 ഈ മെഡിക്കമെൻറ്റ്സ്, അതായത് റീറ്റെയിൽ ആയിട്ട് വിൽക്കാനായിട്ട് പാക്ക് ചെയ്യുന്നത്, അതിനാണ് മെഡിക്കമെൻറ്റ്സ് എന്ന് പറയുന്നത്. അത് അങ്ങോട്ട് കയറ്റിയത് 8.44 ബില്യൺ ആയിരുന്നു. 73,730 കോടി രൂപ. അപ്പോൾ മരുന്നിൻ്റെ കച്ചവടം വലിയതാണ്. അമേരിക്കയാണ് നമ്മുടെ മരുന്നിൻ്റെ ഏറ്റവും വലിയ വിപണി. 2025 ഈ കൊല്ലത്തെ ആദ്യത്തെ 11 മാസം അമേരിക്കയിലേക്ക് നമ്മൾ 9.8 ബില്യൺ ഡോളറിൻ്റെ മരുന്ന് കയറ്റി അയക്കുന്നതാണ് കണക്ക്. 85,987 കോടി രൂപയുടെ മരുന്ന്. അത് നമ്മൾ ആകെ കയറ്റി അയക്കുന്ന, ലോകത്ത് കയറ്റി അയക്കുന്ന മരുന്നിൻ്റെ 36.6%. അതാണ് ഇക്കൊല്ലം കയറ്റി അയക്കുന്നത്. അപ്പോൾ അമേരിക്കയിൽ ഈ സ്റ്റേറ്റ് ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ USFDA അവരാണല്ലോ മരുന്നിൻ്റെ കാര്യങ്ങളൊക്കെ നിശ്ചയിക്കുന്നത്. അപ്പോൾ അതായത് ഇവിടെ നിന്ന് ഒരു മരുന്ന് നമ്മൾ കയറ്റി അയച്ചു കഴിഞ്ഞാൽ അത് അവിടുത്തെ USFDAയുടെ വ്യവസ്ഥകൾക്കനുസരണമാണോ എന്നൊക്കെ അവർ പരിശോധിക്കും. ഇപ്പോൾ റെഡ്ഡീസ് ലാബ്, ഞാനൊരു ഉദാഹരണം പറഞ്ഞാണ്, ചില മരുന്ന് കമ്പനികൾ ഇവിടുന്ന് അയക്കുന്നത് അവിടെ ഉപയോഗത്തിന് പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ചയക്കാറൊക്കെ ഉണ്ട് മരുന്നുകൾ. പക്ഷെ അവിടെ USFDAയുടെ നിബന്ധനകൾക്കനുസരിച്ച് അതിനോട് ചേർന്ന് പോകുന്ന തരത്തിലുള്ള പ്ലാന്റുകളാണ് നമ്മുടെ മരുന്ന് കമ്പനികൾ കൂടുതലായിട്ടും സ്ഥാപിക്കാറുള്ളത്. അതിവിടെ സ്ഥാപിച്ചാലും ശരി, വേറൊരു സ്ഥലത്ത് സ്ഥാപിച്ചാലും ശരി. എന്തുകൊണ്ട്? അമേരിക്ക നമ്മുടെ ഒരു പ്രധാനപ്പെട്ട വിപണിയാണ്. അപ്പോൾ അവിടെ സ്വീകരിക്കുന്ന വിധത്തിലുള്ള മരുന്നുണ്ടാക്കാനുള്ള പ്ലാന്റ് വേണം എന്ന് ചിന്തിക്കാറുണ്ട് നമ്മുടെ കമ്പനികൾ. 2024-25 ഏപ്രിൽ ഫെബ്രുവരി കാലത്ത് 2024 ഏപ്രിൽ മുതൽ 2025 ഫെബ്രുവരി വരെ നമ്മുടെ കയറ്റുമതി അമേരിക്കയിലേക്കുള്ളത് 14% കൂടിയിട്ടുണ്ട് മരുന്നിൻ്റെ. അപ്പോൾ ഇനി 250% ആകുമ്പോൾ ഇതിൻ്റെ വില കൂടും ഇല്ലേ? അതെ. ഈ 250% തീരുവാന്ന് വന്നിട്ട് ഇതിപ്പോൾ അമേരിക്കയിലെ മരുന്ന് കമ്പനികളൊക്കെ വലിയ പ്രതിസന്ധിയിൽ ആകുന്ന ഒരു തീരുമാനമാണ് ട്രംപ് ഭരണകൂടം എടുക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇപ്പം ഈ ഇന്ത്യക്കെതിരെയുള്ള ഉൾപ്പെടെയുള്ള ചില രാജ്യങ്ങൾക്കെതിരെയാണ് ഈ തീരുവ വർദ്ധിപ്പിച്ചത്. ഇപ്പോൾ ചൈനയുടെ ഉൽപ്പന്നങ്ങൾക്കും ഏതാണ്ട് 51% കൂട്ടിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കേൾക്കുന്നൊരു വാർത്ത, ഇന്ത്യയെ തകർക്കാൻ വേണ്ടിയിട്ട്, അല്ല ഇന്ത്യക്ക് ഒരു പണി കൊടുക്കുന്ന ലക്ഷ്യത്തോടെ ട്രംപ് ചൈനയിലെ ചില ഉൽപ്പന്നങ്ങളുടെ തീരുവ കുറയ്ക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ 50 ദിവസത്തേക്ക് പല ഉൽപ്പന്നങ്ങളുടെയും തീരുവ ഫ്രീസ് ചെയ്ത് വെച്ചേക്കുക. അത് അങ്ങനെ ഒരു തന്ത്രം ഇല്ലേ? ചൈനയുടെ സംഭവം എന്താണെന്ന് വെച്ചാൽ, ചൈനയിൽ നിന്നുള്ള ഈ
റയർ എർത്ത് ആ, മിനറൽസ് ഉണ്ടല്ലോ, അപൂർവധാതുക്കൾ. അതും മാഗ്നറ്റ്സ്, ആ. ഇതൊക്കെ അമേരിക്കയിൽ അത്യാവശ്യമുള്ളതാണ്. അതിൽ ചൈന നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് കയറ്റുമതിക്ക്. ആ, ഇത് അങ്ങനെ സൂക്ഷിക്കണ്ട എന്ന് വിചാരിച്ചിട്ട്. ആ, അപ്പോൾ ചൈനയിൽ നിന്നുള്ള ചില സാധനങ്ങൾ അത്യാവശ്യമായിട്ട് അമേരിക്കയിലേക്ക് വേണം. ചൈനയ്ക്കെതിരെ ഒരു ബ്ലാങ്കറ്റ് ബാൻ പറ്റില്ല. ആ. അപ്പൊ അതുകൊണ്ട് നമുക്ക് തീരുവ കൂട്ടുകയും 250 നമ്മളെയൊക്കെ ബാധിക്കാൻ സാധ്യതയുണ്ടല്ലോ. അതെ. നമുക്ക് വലിയ തീരുവ കൂട്ടുകയും ചൈനയെ, ആ. അതായത് നമുക്ക് വരാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ പിഴയും കൂടി വരാൻ പോവാണല്ലോ. 25% തീരുവ. ആ. റഷ്യയിൽ നിന്ന് എണ്ണ മേടിക്കുന്നു, ആ. ആയുധം മേടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വേറൊരു പെനാൽറ്റിയും കൂടി വരാൻ പോകും. അതെന്ത് പേരിട്ട് പറയും അപ്പൊ പെനാൽറ്റിക്ക്? ഒരു കാര്യമില്ല, നമുക്ക് പിഴ ചുമത്തുന്നു, അങ്ങനെ പെനാൽറ്റി എന്ന് തന്നെയാ പറയുന്നത്. അങ്ങനെ തന്നെ പറയാം. അത് ബ്രിക്സ് രാജ്യങ്ങൾക്ക് 100% ആയിരിക്കും പെനാൽറ്റി എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് ഈ 125 ആവും നമ്മുടെ. അതിന് പുറമെയാണ് ഈ 250 മരുന്നിൻ്റെ. അപ്പോൾ നമ്മുടെ മരുന്ന് അവിടെ അധികം ഇറക്കുമതി ചെയ്യാതെ നിങ്ങൾ തന്നെ ഇത് ഉൽപ്പാദിപ്പിക്കണം എന്ന് അവിടുത്തെ മരുന്ന് കമ്പനികളോട് ട്രംപ് പറയുകയും കൂടി ചെയ്യുകയാണ്. മാത്രമല്ല അവിടെ മരുന്ന് ഇത് അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റഷ്യയിൽ നിന്ന് അമേരിക്ക തന്നെ ചില വസ്തുക്കൾ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളോട് ഇത് പറയാൻ എന്താ അവകാശം? പല്ലാഡിയം, യുറേനിയം. പല്ലാഡിയം എന്ന് പറയുന്നത് ഈ ഇലക്ട്രിക് കാറുകളിലെ അതിനു വേണ്ടിയുള്ളതാണ്. പിന്നെ യുറേനിയം ഹെക്സാഫ്ലൂറൈഡ്, രാസവളം, ഇതൊക്കെ റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നുണ്ട് അവര്. അപ്പോൾ അതെനിക്കറിയില്ല, ഞാൻ അന്വേഷിക്കാം എന്നാണ് ട്രംപ് പറഞ്ഞത്. അയാൾക്കിത് അറിയില്ല, വേറെ രാജ്യങ്ങളെ പിടിക്കും. അത് നേരത്തെ നമ്മളൊരു ചർച്ച ചെയ്തിരുന്നു. ഞാൻ പറഞ്ഞിരുന്നു ഈ 3 ഊർജ ഭീമന്മാരുണ്ട് അമേരിക്കയിൽ. ആ ഊർജ ഭീമന്മാരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ട്രംപ് ഇന്ത്യക്കെതിരെ ഈ വ്യവസ്ഥ കൊണ്ടിരുന്നത്. അതായത് ലോകത്തെ ഏറ്റവും വലിയ എണ്ണ സഖ്യം, അതായത് എണ്ണയെ നിയന്ത്രിക്കുന്ന രാജ്യം അമേരിക്കയാകണം എന്നുള്ള ധാരണയിലാണ്. അപ്പോൾ ഇപ്പം നമ്മൾ 8% എണ്ണ നമ്മുടെ ആവശ്യത്തിൻ്റെ, 40% റഷ്യയിൽ നിന്ന്, 8% അമേരിക്കയിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ട്. അത് ഈ കൊല്ലത്തെ ഇത്രയും മാസം കൊണ്ട് പകുതി, ജൂൺ വരെ എന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ നമ്മൾ 50% കൂടുതലാണ് അമേരിക്കയിൽ നിന്ന് മേടിക്കുന്നത്. ഇപ്പം എണ്ണ 4% എന്നുള്ള 8% ആയി ഈ 6 മാസം കൊണ്ട്. അപ്പോൾ ഈ റഷ്യയിൽ നിന്ന് വാങ്ങുന്നത് കൂടിയ വിലയ്ക്ക് അമേരിക്കയിൽ നിന്ന് വാങ്ങണം. എന്നിട്ട് ട്രംപിൻ്റെ സുഹൃത്തുക്കളായ ആ ഊർജ ഭീമന്മാരെ ട്രംപ് സഹായിക്കുന്ന കച്ചവടമാണത്. വേറെ എന്തെങ്കിലും തടയുമായിരിക്കും ഇടയ്ക്ക് വെച്ചിട്ടേ. അതാണ് ലക്ഷ്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.